നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. വിജ്ഞാപനത്തിന് മുൻപേ LDF BJP സ്ഥാനാർത്ഥികൾ അണിനിരന്നു തുടങ്ങി. നിലനിൽപ്പിനും മുന്നോട്ടുള്ള രാഷ്ട്രീയ യാത്രയ്ക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാകുമെന്നതിനാൽ ജീവൻ മരണ പോരാട്ടമാണ് മുന്നണികൾക്ക് ഇക്കുറി. രണ്ടക്കത്തിൽ കുറഞ്ഞ സീറ്റുകൾ ഇടതുമുന്നണി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു സീറ്റ് കുറഞ്ഞാലുണ്ടാകുന്ന ആഘാതം UDFന് ആലോചിക്കാനേ വയ്യ. മോദി ഗ്യാരണ്ടിയിൽ കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെയെങ്കിലും അയക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു. വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്ന സാമൂഹിക വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ തവണ ശബരിമല വിഷയവും രാഹുൽ ഗാന്ധിയും ഒക്കെയായിരുന്നു ജനങ്ങൾ ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ മുതൽ വന്യമൃഗശല്യം വരെ ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്താണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. ഇത്തവണ പാലക്കാട്ടുകാർ എന്താണ് ചർച്ച ചെയ്യുക എന്നാണ് റിപ്പോർട്ടർ പരിശോധിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ MP ശരിയായ രീതിയിലുള്ള ഫണ്ട് പോലും വിനിയോഗിക്കാതെ കുറച്ച് അധികം ഫണ്ട് ലാപ്സ് ചെയ്തതിൽ ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്ന MP പാലക്കാട് MP ആണ്. പാലക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വികസനം ഇല്ലാത്തൊരു ജില്ലയാണ് പാലക്കാട്. ക്യാമ്പസിൽ ഇപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ, അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. അത് ഞാനിപ്പോൾ ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അതിപ്പോൾ അതിൻ്റെ തീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി സേഫ് ആക്കണം. പിന്നെ ഇപ്പോഴും നമ്മൾ രാത്രിയിൽ ഇപ്പോൾ ഡൽഹി ബോംബെ അവിടേക്ക് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒന്നുകൂടി സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ അതിപ്പോഴും വന്നിട്ടില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ, ബസ്സിലാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്ക് തനിയെ പോകാനൊക്കെ. പൊതുവെ ക്ഷേമ പെൻഷനാണ് ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു 6-7 മാസത്തോളം കുടിശ്ശിക വന്നിട്ടുണ്ട്. യുവാക്കൾക്ക് ജോലി കാര്യങ്ങളില്ല, വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. സോ ഇനിയുള്ള അല്ലെങ്കിലും മാറുമെന്ന് വിചാരിക്കുന്നു. ചെറുപ്പം മുതൽ നമ്മൾ UDFലാണ്, ലീഗിൻ്റെ ആളാണ്. അപ്പോൾ UDFലാണ് വോട്ട് ചെയ്യുള്ളൂ. അത്ര ഉള്ളതിൽ മാറ്റം. ജനറലിന് ഒന്നുമേ കിട്ടുന്നില്ല പഞ്ചായത്തിൽ നിന്ന്. ബാക്കി എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് പിണറായി സർക്കാർ. പക്ഷേ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമുക്കില്ല. കൊടുത്തവർക്ക് അവർക്ക് ഗവൺമെൻറ് ജോലി നമുക്കൊന്നുമില്ല. അറ്റം വരെ PSCയുടെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. 1-2 മാർക്കിന് പോയിരിക്കുകയാണ് എൻ്റെ മകളുടെ. BJP വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്തിട്ട് മുന്നേറുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഡ്യൂട്ടിക്ക് വരും പോവും. എന്താ പറയുക, ഞങ്ങൾ പേടിച്ചിട്ടാണ് എപ്പോഴും പോകുന്നത്. കാരണം ഇന്നത്തെ ലോകം കണ്ടില്ല, മനസ്സിലാകണില്ലേ? 5 വയസ്സുമില്ല, 10 വയസ്സുമില്ല. അതിനൊക്കെ ഒരു ഇത് കൊടുക്കണം. പിന്നെ റേഷൻ സാധനങ്ങൾ അത് ഇത് അവിടെ പോകുമ്പോൾ പല പ്രശ്നങ്ങൾ, ഇലക്ട്രിക് ബില്ല്, വാട്ടർ ബില്ല് ഒന്നും സേഫല്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് യാതൊരു മുഖ്യമന്ത്രിക്ക് ഇപ്രാവശ്യം വോട്ടും കൊടുക്കില്ല. യൂത്തിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് ആവശ്യമാണ്. സ്പോർട്സിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. പെൻഷനാണ് ഇപ്പോൾ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. വോട്ട് ചെയ്യാൻ പോകണമെന്നേ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോഴും നമുക്കൊന്നും ഇല്ലല്ലോ. വെറുതെ വോട്ട് ചെയ്യാൻ എന്തിനാ പോകണം? കഷ്ടപ്പെട്ട് ജോലി കളഞ്ഞാൽ അല്ലെങ്കിൽ ടൈം എടുത്ത് വന്നിട്ട് നമുക്കൊരു ഇതുമില്ല. പിന്നെ ഇപ്പം എന്തിനാ വോട്ട് ചെയ്യാൻ പോകണം? സാധനങ്ങളിപ്പോൾ വില കൂടിയും കൊണ്ടേ വരികയാണ്, ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഡീസലിനെ സംബന്ധിച്ചിടത്തോളം നല്ല കൂടുതലാണ്, ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നല്ല കൂടുതലാണ്. മോദിയുടെ കാര്യങ്ങൾക്ക് ശക്തി പോരാൻ ഇവിടെ BJP ഒരു MP വരണം എന്നാണ് നമ്മളുടെ അഭിപ്രായം. ഇലക്ട്രിസിറ്റി ബില്ലൊന്ന്, വാട്ടർ ബില്ലൊന്ന്, പിന്നെ വീട്ടുകളുടെ നിധി, അങ്ങനെ അത് സാധാരണക്കാരൻ അനുഭവിക്കുന്ന ദുഃഖം ചർച്ചയാവും. അതിൽ കുറേ കാര്യപ്പെടും. കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി കഴിഞ്ഞു. MK രാഘവൻ MP മൃതദേഹം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ ആരോപിച്ചു. MK രാഘവന്റെ നിർദ്ദേശപ്രകാരമാണ് കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിക്കുന്നതെന്നും P മോഹനൻ കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന സർക്കാർ കർഷകരെ മൃഗങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചെറിയുകയാണെന്ന് ആശുപത്രിയിലെത്തിയ BJP സ്ഥാനാർത്ഥി MT രമേശ് ആരോപിച്ചു. എളമരം കരീം MPയും ആശുപത്രി സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം 3 മുന്നണികളും കൊഴുപ്പിക്കുന്നതിനിടയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണവും കർഷകന്റെ മരണവും സംഭവിക്കുന്നത്. മരിച്ച അബ്രഹാമിന്റെ കുടുംബത്തിനും കർഷക സംഘടനകൾക്കുമൊപ്പം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്താൻ മുൻകൈയെടുത്തത് MK രാഘവൻ MP. ചർച്ച പരാജയപ്പെട്ടതോടെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും മുടങ്ങി. ഇതിലൊരു കുറ്റകരമായ അനാസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുണ്ടായിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട് പോലും ടീമിന് അയക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഒരു
ആക്രമണം മൂലം ഒരാൾ മരിക്കുകയും ചെയ്തു, കർഷകൻ മരിക്കുകയും ചെയ്തു. മൃതദേഹം വെച്ച് MK രാഘവൻ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മരിച്ച അബ്രഹാമിന്റെ കുടുംബം കോൺഗ്രസ് അനുഭാവികളാണെന്നും CPM ആരോപിച്ചു. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നതിന് പിന്നിലും രാഷ്ട്രീയമാണെന്നും ജില്ലാ സെക്രട്ടറി P. മോഹനൻ കുറ്റപ്പെടുത്തി. ഉടനെ ചാടിക്കയറിയിട്ട് 50 ലക്ഷം മറ്റും പറയാൻ എളുപ്പമാണ്. അതാണ് രാഷ്ട്രീയം. മൃതദേഹം എന്താണ് ഒരു ഉത്തരവാദപ്പെട്ട പാർലമെന്റ് അംഗം കാണിക്കേണ്ടത്? മാന്യമായി ആദരവോടുകൂടി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ നീക്കുന്നതിന് പകരം അതിന് തടസ്സപ്പെടുത്തി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. മൃതദേഹം കാണാൻ ആശുപത്രിയിലെത്തിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീം വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റ് ഈ പരിസ്ഥിതി വാദികളുടെയൊക്കെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ വന നിയമത്തിൽ ഒരു ഭേദഗതി ഇപ്പോൾ വേണ്ട എന്ന നിലപാടാണ്. വനം വകുപ്പ് മന്ത്രി, വനം വന്യജീവി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹവുമായിട്ട് അപ്പോൾ സംസാരിച്ചപ്പോൾ അതാണ് ശരി. കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനും കൈ കഴുകാനാകില്ലെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശും തിരിച്ചടിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും വനവകുപ്പിൻ്റെയും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള അടിയന്തരമായ നടപടികൾ ഉണ്ടാവണമെന്ന് കേന്ദ്ര വനം മന്ത്രാലയം, പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിരുന്നു. വന്യജീവി ആക്രമണത്തിൽ സഭയും വിശ്വാസികളും ഇടഞ്ഞു നിൽക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകും. റിപ്പോർട്ടർ, കോഴിക്കോട്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്? കെ സുധാകരൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാവുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സുധാകരൻ നിലപാടറിയിച്ചു. വയനാടിനൊപ്പം രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുവരെ തീരുമാനമായില്ല. കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. കണ്ണൂരിലേക്ക് സുധാകരൻ നിശ്ചയിച്ച കെ ജയന്തിന് എതിരെ എതിർപ്പ് ഉയരുകയും ഒരു വിഭാഗം നേതാക്കൾ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെയാണ് തീരുമാനം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. വയനാടിനൊപ്പം രണ്ടാം മണ്ഡലമായി അമേഠി രാഹുൽ തിരഞ്ഞെടുക്കും എന്ന സൂചന. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണ് എങ്കിലും പാർട്ടി ഉത്തരവാദിത്തം എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന പ്രതിസന്ധിയുണ്ട്. ഈ സാഹചര്യത്തിൽ സാമുദായിക സമവാക്യം പരിഗണിച്ച് ഒരു സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിൽ എത്തുക. കെ സുധാകരൻ മത്സരിക്കുമ്പോൾ KPCC അധ്യക്ഷ പദവി ഒഴിയേണ്ടി വരും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും കെ സുധാകരനും VD സതീശനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പങ്കെടുക്കുക. ദില്ലിയിൽ നാളെ വൈകിട്ടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി. കെ സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച സാഹചര്യത്തിൽ KPCC അധ്യക്ഷ പദത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും വലിയ ആകാംക്ഷ. താൽക്കാലികമായാണെങ്കിലും മറ്റേതെങ്കിലും നേതാവിന് ചുമതല കൈമാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ കെ സുധാകരനായി പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു പ്രവർത്തകർ. അഴീക്കോട്, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് കെ സുധാകരനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്ററിനെ പറ്റി അറിയില്ലെന്നാണ് നേതൃത്വം പറയുന്നത്. അതേസമയം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് UDF. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ജില്ലയിലെ നേതാക്കളുടെ വികാരം. ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ തയ്യാറല്ലെന്നാണ് സുധാകരൻ പ്രഖ്യാപിച്ചത്. എന്നാൽ പകരക്കാരനായി കെ ജയന്ത് സ്ഥാനാർത്ഥിയാകുമെന്നും സുധാകരൻ കണക്കുകൂട്ടി. എന്നാൽ ജില്ലയിലെ നേതാക്കളെല്ലാവരും ഒന്നടങ്കം സമ്മർദ്ദം ചെലുത്തിയതോടുകൂടി മത്സരിക്കാൻ സുധാകരൻ സമ്മതം മൂളി. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ പ്രവർത്തകർ കാത്തിരിക്കാൻ തയ്യാറുമല്ല. അഴീക്കോട് തീപ്പെട്ടി കമ്പനി, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിൽ കെ സുധാകരനെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുള്ള പോസ്റ്ററുകൾ. മലയോര മേഖലയിലും സുധാകരനായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. പോസ്റ്ററുകളെപ്പറ്റി അറിയില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. സ്ഥാനാർത്ഥി ആരായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോൺഗ്രസും UDFും ആരംഭിച്ചു. എല്ലാ മണ്ഡലം കമ്മിറ്റികളും ശില്പശാലകളും എല്ലാം നടത്തി നമ്മളെല്ലാം ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ 11-ാം തീയതി UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നു. ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും നമുക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ് കണ്ണൂർ. ലീഗും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. കണ്ണൂരിൽ കെ സുധാകരൻ MP അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ പരിണിതപ്രജ്ഞമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്യാൻവാസിൻ്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിക്കൊള്ളട്ടെ, അവർ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുസ്ലിം ലീഗ് ആ സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധവുമാണ്. ഒരാഴ്ച കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ മുന്നണി. പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അവരുടെ പല നിലപാടുകളില്ലായ്മയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അപ്പോൾ അത് A വന്നാലും B വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നല്ല നിലയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കണ്ണൂർ സീറ്റിൽ ആര് വന്നാലും ഞങ്ങൾക്ക് ഇത്തവണ അനായാസേന വിജയിക്കാൻ കഴിയും, മികച്ച വിജയം കൈവരിക്കാൻ കഴിയും. റിപ്പോർട്ടർ, കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വൻ മലക്കം മറിച്ചിൽ കണ്ട ബീഹാർ ഇക്കുറി ആർക്കൊപ്പം നിൽക്കും?
ബീഹാറിൽ NDAയുടെ ലോക്സഭാ സീറ്റ് വിഭജനം BJPക്ക് തലവേദനയാവുകയാണ്. സഖ്യകക്ഷികളുടെ തമ്മിലടിയും വൻ അവകാശവാദങ്ങളുമാണ് സീറ്റ് വിഭജനം ദുഷ്കരമാക്കുന്നത്. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിൽ BJP 30 എണ്ണത്തിൽ മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സഖ്യകക്ഷികളെ 10 സീറ്റിൽ ഒതുക്കാൻ BJP ശ്രമിക്കുമ്പോൾ ഇരട്ടി സീറ്റ് വേണമെന്ന് സഖ്യകക്ഷികളും പറയുന്നു. ബീഹാറിൽ നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മഹാറാലിയിലെ ഗാന്ധി മൈതാനം നിറഞ്ഞു കവിഞ്ഞെത്തിയ ലക്ഷങ്ങളാണ് പ്രതീക്ഷ. അവരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് NDA നേരിടാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷ നിര. 2019 കണക്കുകൾ ആർക്കാണ് അനുകൂലമായി നിൽക്കുന്നത്? ആ കണക്കിന്റെ വ്യത്യാസം ഇക്കുറി എങ്ങനെയായിരിക്കും 2024 വരാൻ പോകുന്നത്? നമ്മൾ പോകുന്നു ബീഹാറിലേക്ക്. 40 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബീഹാർ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 40 ലോക്സഭാ മണ്ഡലങ്ങളിലായി 7,02,93,144 വോട്ടർമാരാണ് ബീഹാറിൽ ആകെയുള്ളത്. ഈ വോട്ടർമാരിൽ പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് 4,08,11,991 മാത്രം. ഇതിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ തവണ ഒന്നിച്ചു മത്സരിച്ച BJP-JDU സഖ്യത്തിന്? BJP 17 സീറ്റുകൾ ആണ് കഴിഞ്ഞ തവണ സ്വന്തമാക്കിയത്. ആ കണക്കുകളിലേക്ക്, ആ സീറ്റ് ഡിവിഷനിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടം 2019 നിന്നത് ഇങ്ങനെയാണ്. BJP 17 സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ JDU 16, LJP 6, കോൺഗ്രസ് 1. ഇങ്ങനെയായിരുന്നു 2019 വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 40-ൽ 39 NDAക്കൊപ്പമായിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് ലഭിച്ചപ്പോൾ RJD 0-ൽ ഒതുങ്ങി. ആഞ്ഞു പിടിച്ചാൽ ഇക്കുറി 15 മുതൽ 20 സീറ്റ് വരെ തങ്ങൾക്ക് നേടാമെന്നാണ് ഇപ്പോഴത്തെ റാലിയിലെ ആൾക്കൂട്ടം കണ്ട് ആത്മവിശ്വാസത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത്. വോട്ട് വിഹിതം നിൽക്കുന്നത് ഇങ്ങനെയാണ്. BJPക്ക് 24.1% ആണ് കയ്യിലുള്ള വോട്ട് വിഹിതം. JDUവിന് 22.3%. RJDക്ക് 15.7% വോട്ടുണ്ട് ബീഹാറിൽ. LJPക്ക് 8.8%, കോൺഗ്രസിന് 7.9%. മറ്റുള്ളവരെല്ലാം ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ 22%. ഈ കിടക്കുന്ന രാഷ്ട്രീയ ഭൂപടം അതിക്കുറി എങ്ങനെയാണ് ഈ വോട്ട് വിഹിതത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ പോകുന്നത്? അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം അതൊരു വലിയ ബാലികേറ മല തന്നെയാണ് ബീഹാറിൽ. അതുകൊണ്ട് സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് ഇന്ത്യ സഖ്യം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 40 സീറ്റിൽ അവർ മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൂടി നോക്കാം. 40-ൽ ഇന്ത്യ മുന്നണി RJD ലീഡ് ചെയ്തുകൊണ്ട് RJDയുടെ മുന്നേറ്റം കണ്ട റാലി, അതിനുശേഷം സീറ്റ് വിഭജനത്തിലേക്ക് വരുമ്പോൾ 40-ൽ എത്ര വീതം? RJD 28 സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ സീറ്റ് വിഭജനം കൂടി നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. RJD 28 സീറ്റിലും കോൺഗ്രസ് 8 സീറ്റിലും CPIML 2 സീറ്റിലും CPM-ഉം ഓരോ സീറ്റുകളിലും മത്സരിക്കാം. അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത്. 2019 NDA UPA വോട്ട് വിഹിതം എങ്ങനെയായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. NDAയുടെ സീറ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വോട്ട് വിഹിതം നിൽക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ബീഹാറിൽ BJPക്ക് 24.1% വോട്ടുകളാണ് 2019 കണക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. JDUവിന് 22.3%, LJPക്ക് 8%, ശിവസേനയ്ക്ക് 0.2%. ഇത്രയും വോട്ടുകളാണ് 2019 കണക്കാണിത്. ആ വോട്ട് ഡിവിഷനാണിത്. ഇനി UPAയിലേക്ക് വന്നു കഴിഞ്ഞാൽ UPAയിൽ കോൺഗ്രസിന്റെ പക്കലുള്ളത് 7.9% വോട്ടുകളായിരുന്നു 2019 ടാലി അനുസരിച്ച്. RJDയുടെ പക്കൽ 15.7%. ഒപ്പം HAMന്റെ പക്കലുള്ളത് 2.4%, JAPയുടെ പക്കൽ 0.1%, VIP 1.7%, RLSP 3.7%, NCP 0.1%, CPI 0.7%, JMM 0.1%, CPIMLന് 1.4%. ഇങ്ങനെയാണ് UPA ഒരു വലിയ രാഷ്ട്രീയ ഭൂപടം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ കണക്ക്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ BJPയെ കടത്തിവെട്ടി മുന്നേറാം എന്ന് ഇപ്പോൾ പ്രതിപക്ഷം കണക്ക് കൂട്ടിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ബീഹാർ എന്ന് നമുക്കറിയാം. ബീഹാറിനൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രതിപക്ഷം. അവിടെ എങ്ങനെയൊക്കെ ഐക്യം കൊണ്ടുവരാം, എങ്ങനെയൊക്കെ BJPയെ തളർത്താം, പിളർത്താം, അങ്ങനെയുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്തിയതോടെ അവിടുത്തെ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് താക്കറെ, ഒപ്പം NCP ശരത് പവാർ പക്ഷം, ഈ സഖ്യം ഏതാണ്ട് ദുർബലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ബീഹാറിലെ JDU RJD കോൺഗ്രസ് സഖ്യം പൊളിച്ചതോടെ BJPയുടെ ആ ലക്ഷ്യവും പൂർത്തിയായതാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത്. പക്ഷേ ചില
കണക്കുകൾ അത് ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് വേണം പറയാൻ. അത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. BJPയുടെ പക്കലുള്ളത് 2020 74 നിയമസഭാ സീറ്റുകളാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 18 ലോക്സഭാ സീറ്റുകൾ നിശ്ചയമായും നേടാൻ കഴിയും. RJDക്ക് 75 നിയമസഭാ സീറ്റ് എന്ന അനുപാതം വെച്ച് നോക്കുമ്പോൾ 19-ലെത്താം. JDUവിന് 43 എന്ന് പറയുമ്പോൾ 10. LJPക്ക് 1 ലോക്സഭാ സീറ്റുകൾ 2 വരെ LJPക്ക് സ്വന്തമാക്കാൻ കഴിയും. കോൺഗ്രസിന് 19 നിയമസഭാ സീറ്റുകളാണുള്ളത്. കൊണ്ട് തുറക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. HAMന് 4 നിയമസഭാ സീറ്റുകൾ, AIMIMന് 5, CPIMLന് 12, RLSPക്ക് 1. ഇതാണ് ബീഹാറിലെ 2020 നിയമസഭാ സീറ്റുകളുടെ കൂടി കണക്ക് വെച്ച് നോക്കുമ്പോഴുള്ള പോൾ പൊസിഷൻ. പക്ഷേ ഈ പോൾ പൊസിഷനൊക്കെ എങ്ങനെ മാറിമറിയും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം കൂടി പറയാം. നിലവിലെ മഹാസഖ്യത്തെ വിഭജിച്ചുകൊണ്ടാണ് BJPയെ കൂടെ കൂട്ടി നിതീഷ് കുമാർ പുതിയ സർക്കാർ രൂപീകരിച്ചത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മാസം നടന്നത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ പുതിയ സർക്കാരിന് വേണ്ടിയുള്ള നിതീഷ് കുമാറിന്റെ മലക്കമറിച്ചിൽ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിള്ളലുണ്ടാക്കാൻ പോവുക? ആ വിള്ളൽ ഇന്ത്യ മുന്നണിയുടെ വോട്ട് ബാങ്കിൽ ഒരു വലിയ വിള്ളലായി മാറുമോ? ആ തന്ത്രം BJPക്ക് കൃത്യമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് പഴയ പിണക്കമെല്ലാം മറന്ന് നിതീഷിനോട് കണക്ക് കൂട്ടാം, ഒപ്പം നിതീഷിനുമായി ചേർന്നുള്ള കണക്കുകൂട്ടലിലൂടെ ആ കൈകോർക്കലിലൂടെ വീണ്ടും ബീഹാർ തൂത്തുവാരാം. BJPയുടെ ലക്ഷ്യം അത് മാത്രമാണ്. ഇത് മുന്നിൽ കണ്ടാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് BJP സർക്കാർ ഭാരതരത്ന നൽകിയതും. അതിനെ നിതീഷ് കുമാർ തൊട്ടടുത്ത ദിവസം തന്നെ വലിയ രീതിയിൽ മഹത്വവൽക്കരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതോടുകൂടിയാണ് ബീഹാറിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റം വരാൻ പോകുന്നുവെന്ന സൂചന ദേശീയ രാഷ്ട്രീയത്തിൽ വന്നത്. പ്രതിപക്ഷം ജാതി സെൻസസിനെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കുമെന്ന് BJP കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ നിതീഷിനെ കൂടെ കൂട്ടുന്നു, കർപ്പൂരി ഠാക്കൂറിന് പുരസ്കാരം നൽകുന്നു. അങ്ങനെ ബീഹാറിനെ കയ്യിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഇന്ത്യ മുന്നണിക്ക് അത്ഭുതങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ കഴിയുമോ? പ്രവചനാതീതമാണ് ബീഹാറിന്റെ മനസ്സ്. അതുകൊണ്ട് 2024 വോട്ട് എണ്ണി കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല. നിലവിൽ നിതീഷ് ഒപ്പമുള്ളതുകൊണ്ട് NDAക്ക് കരുത്തുണ്ട്. പക്ഷേ ഇപ്പുറം അത്ര ഛിന്ന ഭിന്നമായോ എന്ന കണക്കുകളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നമ്മൾ ബീഹാറിൽ നിന്ന് ഇനി പോകുന്നത് ത്രിപുരയിലേക്കാണ്. ത്രിപുരയിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ മാറ്റം മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ തിപ്രമോദ NDAയുടെ ഒപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഗോത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ത്രികക്ഷി കരാർ ഒപ്പുവെച്ച പശ്ചാത്തലത്തിലാണ് തിപ്രമോദ BJPയുമായി സഖ്യത്തിലാകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം ഉടൻ തന്നെ ത്രിപുരയിൽ നിന്ന് വന്നേക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ തിപ്രമോദ NDAയുടെ ഭാഗമായി പ്രവർത്തിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രവും ത്രിപുര സർക്കാരും തിപ്രമോദ പാർട്ടിയും ഡൽഹിയിൽ നിർണായക ത്രികക്ഷി ഉടമ്പടിയിൽ ഒപ്പുവച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നീക്കം. ഗോത്രപ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിപ്രമോ സ്ഥാപകൻ പ്രദ്യോത് കിഷോർ ദേബ്വർമ്മ മുന്നോട്ടുവെച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാനവും പരിഗണിച്ചിരുന്നു. 2 മന്ത്രി പദവികളാണ് പാർട്ടിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അംഗസഭയിൽ 13 MLAമാരാണ് തിപ്രമോദയ്ക്കുള്ളത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. തിപ്രമോദ NDAയുടെ ഭാഗമാകും, BJPയുമായി കൈകോർക്കുമെന്ന സൂചനകൾ വരുമ്പോൾ ഇവിടെ കേരളത്തിലും അത്തരം ചില കാര്യങ്ങൾ കേട്ടിരുന്നു. അതിന്റെ വസ്തുത എന്താണെന്ന് നോക്കാം അടുത്തതായി. BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹം തള്ളി കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പത്മജയുടെ പ്രതികരണം. സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ഇത്തരം വാർത്തകൾ എവിടെ നിന്ന് വരുന്നുവെന്ന് തനിക്കറിയില്ല. ഇതാണ് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വാർത്ത നിഷേധിച്ചുകൊണ്ട് പത്മജ രംഗത്തെത്തിയത്. FB പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. വാർത്ത എവിടെ നിന്ന് വന്നു എന്നറിയില്ല. ഒരു ചാനൽ ചോദിച്ചപ്പോഴേ ഇക്കാര്യം നിഷേധിച്ചതാണ്. ഭാവിയിൽ പോകുമോ എന്ന ചോദ്യത്തിന് ഇന്നത്തെ കാര്യമല്ലേ പറയാൻ പറ്റൂ എന്ന് മറുപടി നൽകി. തമാശയായി നൽകിയ മറുപടിയാണ്. അതാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് പത്മജ FB പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസ് നേതൃത്വം അവഗണിക്കുന്നു എന്ന പരാതി പത്മജ വേണുഗോപാലിനുണ്ട്. കുറച്ചു നാളുകളായി വസ്ത്രവ്യാപാര രംഗത്ത് ഇവർ സജീവമാണ് താനും. അതാവാം പാർട്ടി വിട്ടുപോകുന്നു എന്ന പ്രചാരണത്തിനടിസ്ഥാനം. എന്നാൽ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി K കരുണാകരന്റെ മകൾ ഒരു തീരുമാനം എടുക്കില്ല എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. റിപ്പോർട്ടർ, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വടകരയിൽ TP വധക്കേസ് ചർച്ചാ വിഷയമാകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. വികസനം അടക്കമുള്ള പൊതുവായ വിഷയങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. വടകരയിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും KK ശൈലജ പറഞ്ഞു.
ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ പലയിടത്തായി ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും വേദനാജനകമായിട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും പറയാനും ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നാൽ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു നിയമസഭയിലേക്കുള്ള പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മാത്രം ജനം ചർച്ചാ വിഷയമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു നാടിൻ്റെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വികസനം, അതുപോലെ തന്നെ മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയെല്ലാമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ അത് ചർച്ചയ്ക്കെടുക്കും. അതായത് നാടിൻ്റെ ഇന്നത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യും. വീണ്ടും പോസ്റ്റർ അമളിയിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് DMK. മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പുകഴ്ത്താനിറക്കിയ പോസ്റ്ററാണ് ഇപ്പോൾ ട്രോളിന് കാരണമാകുന്നത്. ചൈനീസ് പതാകയുടെ ചിത്രം പതിച്ച ISRO ചടങ്ങിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങളുടെ ചൂടാറുന്നതിന് മുൻപാണ് മറ്റൊരു പോസ്റ്റർ അമളി. P മാറി B ആയപ്പോൾ MK സ്റ്റാലിൻ നവവധുവായി. സ്ഥലം ചെന്നൈ ഷൊല്ലിങ്കല്ലൂർ. മുഖ്യമന്ത്രി സ്റ്റാലിനോടുള്ള ആരാധന പ്രകടിപ്പിക്കാൻ നോക്കിയതാണ് DMK പ്രവർത്തകർ. പ്രൈഡ് ഓഫ് തമിഴ്നാട്, തമിഴ്നാടിന്റെ അഭിമാനം എന്നായിരുന്നു മനസ്സിൽ. പക്ഷെ പോസ്റ്റർ ഭിത്തിയിൽ കയറിയപ്പോൾ P മാറി B ആയി. സ്റ്റാലിൻ ബ്രൈഡ് ഓഫ് തമിഴ്നാട്, അതായത് തലൈവർ തമിഴ്നാടിന്റെ നവവധു എന്ന രീതിയിൽ പോസ്റ്ററിന്റെ അർത്ഥം മാറി. വലിയൊരു പുഷ്പഹാരം അണിഞ്ഞു നിൽക്കുന്ന സ്റ്റാലിന്റെ ചിത്രത്തിനൊപ്പമായിരുന്നു എഴുത്തും. സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള DMK നേതാക്കളുടെ ചിത്രങ്ങളും പോസ്റ്ററിലുണ്ട്. ചെറിയൊരു അക്ഷരപ്പിഴവ് പാർട്ടിയെ ആകെ നാണം കെടുത്തി. കിട്ടിയ അവസരം പ്രതിപക്ഷവും പാഴാക്കിയില്ല. BJPയുടെയും AIADMKയുടെയും ട്രോൾ ആർമി ഏറ്റെടുത്തതോടെ പോസ്റ്റർ വൈറലായി. വധു സ്റ്റാലിനാണെങ്കിൽ ആരാണ് വരനെന്ന ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ISROയുടെ രണ്ടാം ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട DMK നൽകിയ പരസ്യവും വിവാദമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും MK സ്റ്റാലിന്റെയും ചിത്രത്തിനു പിന്നിൽ ചൈനീസ് പതാകയുള്ള റോക്കറ്റ് ഉൾപ്പെടുന്നതായിരുന്നു പരസ്യം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. പ്രൈഡ് മാറി ബ്രൈഡായ ഈ കഥയോടെ ഇന്നത്തെ മഹാഭാരത യുദ്ധം ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ പൂർണ്ണമാവുകയാണ്.